നമസ്കാരം. ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് BJP നേടിയ അട്ടിമറി വിജയം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇത് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇതിനിടയിൽ എങ്ങനെ BJPയുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ എന്താണ് ചാലകശക്തി എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സംശയമൊന്നുമില്ല, RSS എന്നുള്ള വലിയൊരു സംഘടന ഇതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം ഈ ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തോളം യോഗങ്ങളാണ് RSS ബംഗാളിൽ 250 മണ്ഡലങ്ങളിലായി സംഘടിപ്പിച്ചത് എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. 100ഉം 1000ഉം 10,000ഉം ഒന്നുമല്ല, 2 ലക്ഷത്തോളം യോഗങ്ങൾ. ഒന്ന് ആലോചിക്കണം. വിദ്യാർത്ഥികൾക്കിടയിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന ABVP, ഗോത്ര ഹിന്ദുക്കൾക്കിടയിൽ വനവാസി കല്യാണാശ്രമം, തൊഴിലാളികൾക്കിടയിൽ ഭാരതീയ മസ്ദൂർ സംഘ് എന്ന BMS തുടങ്ങി 14ഓളം സംഘപരിവാർ സംഘടനകൾ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമായി പ്രവർത്തിച്ചിരുന്നു. ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ മാത്രം സീമന്ത ചേതന മഞ്ച് എന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനാണ് ദേശീയ സുരക്ഷയുടെ പ്രാധാന്യം ഹിന്ദുക്കളെ ബോധവൽക്കരിക്കാൻ ചുമതല ഉണ്ടായിരുന്നത്. ലോകമത് പരിഷ്കാർ യോഗങ്ങൾ എന്ന പേരിൽ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞത് 700 യോഗങ്ങൾ എന്ന കണക്കിലാണ് ബംഗാളിൽ RSS ഈ യോഗങ്ങളൊക്കെയും നടത്തിപ്പോകുന്നത്. ഈ യോഗങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങളിൽ, കവലകളിൽ തുടങ്ങി വീടാന്തരം കയറിയിറങ്ങിയുള്ള വലിയ ഒരു ക്യാമ്പയിൻ തന്നെയാണ് അവിടെ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഹിന്ദുക്കളിൽ വോട്ട് ചെയ്യാൻ ആത്മവിശ്വാസവും ധൈര്യവും നൽകിയത് RSS ആണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, അതായത് പ്രദേശങ്ങളിലെ ഡെമോഗ്രഫിയെ എങ്ങനെ തകിടം മറിക്കും, അതുവഴി സമ്പത്തും നിലനിൽപ്പും എങ്ങനെ ഭീഷണിയിലാകും എന്നൊക്കെ വ്യക്തമായി ബംഗാളി ഹിന്ദുക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എല്ലാ ജാതി സമവാക്യങ്ങൾക്കുമുപരി ഹിന്ദു ഏകീകരണം സംഭവിച്ചത് ഈ പ്രവർത്തനം വഴിയാണ്. അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ബംഗാളിലെ ആരംഭത്തിൽ തന്നെ ഉയർന്ന പോളിംഗ്. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം RSS തന്നെയാണ്. പഹലെ മഥാൻ ഫിർ ജൽപാൻ എന്നായിരുന്നു ബംഗാളികളുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ആദ്യം വോട്ട് ചെയ്യുക, അന്നം പിന്നെയാകാം എന്നാണ് ഇതിന് അർത്ഥം. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രഹസ്യമാണ്. ഒരു മന്ത്രം പോലെ ഉള്ളിൽ അവർ ജപിച്ച് നടന്നു വാക്യം. ഇത് തന്നെയാണ് പോളിംഗ് ബൂത്തുകളിൽ വർക്കൗട്ടായത്. RSS വോട്ടർമാർക്കിടയിൽ നിശബ്ദമായി പ്രചരിപ്പിച്ച ഈ സൂത്രവാക്യമാണ് ബംഗാളിൽ BJPയുടെ വിജയം സാധ്യമാക്കിയത്. അതിൻ്റെ ഫലമായി ബംഗാളിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. നിരന്തരം സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന ഒരു നാടാണ് ബംഗാൾ. അവിടെയാണ് ഒരു ഒച്ചപ്പാടില്ലാതെ, ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ RSS പ്രവർത്തകർ ഇതെല്ലാം ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. രാഷ്ട്രീയ പാർട്ടികളുടെ വിവാദ വിഷയങ്ങളോ പ്രസ്താവനകളോ ഇത്തരം സമ്പർക്കത്തിൽ വിഷയങ്ങളായി RSS സംസാരിക്കാറില്ല എന്നതും പ്രത്യേകതയാണ്. വമ്പൻ റാലികൾ നടത്താറുമില്ല. അതിനുമപ്പുറം കടന്ന് ഹിന്ദു സ്വത്വബോധം ഉണർത്തിക്കുക എന്ന ദേശീയ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, ഹരിയാനയിൽ എല്ലാം BJP തോൽക്കും എന്ന് പ്രവചിച്ചവർക്ക് അടിതെറ്റിയത് RSSൻ്റെ ഈ നിശബ്ദമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ജയം ഉറപ്പിച്ചാൽ അതിൽ യാതൊരുവിധ രീതിയിലുള്ള പങ്കുപറ്റാനോ അവകാശവാദം ഉന്നയിക്കാനോ അവർ നിൽക്കാറുമില്ല. അതുകൊണ്ടാണ് BJP ജയം വോട്ട് ചോരി എന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറി എന്നും പുലമ്പുന്ന വിഡ്ഢികൾക്ക് ഇത് കാണാൻ കഴിയാതെ പോകുന്നത്. ആ ഒച്ചപ്പാടിനും ബഹളങ്ങൾക്കിടയിൽ കയ്യിലുള്ള ഡയറിയും 2 ജോഡി വസ്ത്രങ്ങളും എടുത്ത് RSSൻ്റെ പ്രചാരകന്മാർ പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ടാകും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക്. ബംഗാളിൽ എങ്ങനെയാണ് BJP ഈ വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വൈറലായ RSSൻ്റെ പ്രവർത്തനം പ്രചരിക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമായ നീക്കം തന്നെയാണ് അടിസ്ഥാന തലത്തിൽ RSS നടത്തിയത്. അതിൻ്റെ ഫലമായി കൃത്യമായി ഈ വോട്ടുകൾ ചോർന്നു പോകാതെ കൃത്യമായി BJPയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.